ഒരു ജില്ലയുടെ ഹൃദയഭാഗം തകർന്ന് തരിപ്പണമായി കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. മഴ കൂടി എത്തിയതോടെ പത്തനംതിട്ട ജില്ലയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ മുന്നിലൂടെ സഞ്ചരിക്കുന്നത് സാഹസികത നിറഞ്ഞ പണിയായി മാറി. ഈ റോഡിലൂടെ സ്ഥിരമായി സഞ്ചരിക്കുന്ന ഒരു ഓട്ടോറിക്ഷയുടെ ദുരിത കഥയാണ് ഇത്. അയ്യോ, പുതിയ ബസ് സ്റ്റാൻഡോ? അപ്പൊ എന്റെ നടുവിന്റെ കാര്യത്തിൽ തീരുമാനമായി. എത്താറായി എന്റെ നടു ഓടിയാറായി. ആ, തുടങ്ങിയല്ലോ. ചിരിക്കല്ലേ, പിന്നെ ചിരി നിർത്താൻ പറ്റൂല. അതെ, നമ്മുടെ പിള്ളേരെല്ലാം നടു ഓടിക്കുവാണല്ലോ. ദേ കുഴി, അവിടെ കുഴി, ഇവിടെ കുഴി, മൊത്തം കുഴിയാ. അതേ ഒരുത്തൻ നടു ഓടിച്ച് വണ്ടി ഓടിച്ച് വരുന്നുണ്ട്. ദേ പോണൊരു ന്യൂജൻ. എവിടെ പോവാൻ? ഈ പ്രായത്തിൽ ഡിസ്ക് പണിയായ കല്യാണം പോലും നടക്കൂല. എന്നെ പോലെ ലിവർ ഒടിഞ്ഞു കിടക്കാം. പാവം കാൽ നടക്കാർ. ചെളി, അതിന്റെ ഇടയിൽ കുഴി. ഓ കഷ്ടം. ദേ വരുന്നു. വലിപ്പം ഉണ്ടെന്നേ ഉള്ളൂ, കുഴിക്ക് ഡിസ്കൗണ്ട് ഒന്നുമില്ല. ദേ ഇപ്പൊ കൊന്നേനെ. നോക്കണ്ട കുഞ്ഞേ, ഇവിടെ ഇങ്ങനൊക്കെയാ. വല്യേട്ടൻ റീ റിലീസ് വരെയായി, എന്നിട്ടും ഇവിടത്തെ പണി ഇതുവരെ തീർന്നില്ല. ഇവനാണ് എന്റെ സാരഥി. എന്നോട് വലിയ സ്നേഹ. എനിക്ക് വേണ്ടി എത്ര മുടക്കിയെന്ന് എനിക്കും കണക്കില്ല, ഇവനും കണക്കില്ല. റോഡിന് വേണ്ടി എത്ര മുടക്കിയെന്ന് സർക്കാരുകൾക്കും കണക്കില്ല. ഇവനാണ് എല്ലാത്തിനും കാരണം. ഇവനെ കണ്ടോ? 6 മാസം കൊണ്ട് പണി തീർക്കാന്നായിരുന്നു വാഗ്ദാനം. പക്ഷെ പറഞ്ഞിട്ടിപ്പോ 3 വർഷം കഴിഞ്ഞു. ദേ എന്റെ കൂടെ ന്യൂസ് മലയാളം പത്തനംതിട്ട റിപ്പോർട്ടർ ശ്രീരാജും ക്യാമറമാൻ അഫ്സൽ രാജും അവരുടെ സാരഥി ജലീലുമുണ്ട്. പിന്നെ എന്റെ സാരഥി സഫാനും. ഈ പാവങ്ങളെ നട ഒടിയുന്നതിന് മുന്നേ കൊണ്ട് എവിടെയെല്ലാം ഇറക്കട്ടെ.